ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു ലേണിംഗ് വിത്ത് GC. ഞാൻ ഗോപുചന്ദ്രൻ. സോ ഗൈസ്, നിങ്ങൾ ചോദിച്ച പോലെ ജോമെട്രി എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ ഒരു ഫുൾ പ്ലേലിസ്റ്റ് തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഐ നീഡ് സം ടൈം. ഓക്കെ, കാരണം ഞാനും ഒരു ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നത് കൊണ്ട്, ഓക്കെ, ബീയിങ് എ സ്റ്റേഷൻ മാസ്റ്റർ, സമയപരിധികളുള്ളത് കൊണ്ട് സമയം കുറച്ച് എടുത്തിട്ടായിരിക്കും ഞാൻ ഈ പ്ലേലിസ്റ്റ് കംപ്ലീറ്റ് ആക്കുന്നത്. പക്ഷേ എന്തായാലും നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ പോർഷൻസ് ഞാൻ എന്തായിരിക്കും കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇതെന്ന് പറയുമ്പോൾ ഞാൻ തിയറി പറയും, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യും, ഇപ്പോൾ ചോദിച്ച NTPCൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യും, ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ്, അതെല്ലാം നിങ്ങൾ ഷോർട്ട് കട്ട്സ് ഉണ്ടെങ്കിൽ അതും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാം, കാര്യത്തിലേക്ക് കിടക്കാം. നിങ്ങളൊരു പേനയും പേപ്പറും എല്ലാം എടുത്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക, എല്ലാം നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഷുവറായിട്ടും ഈ ചോദ്യങ്ങൾ തന്നെയായിരിക്കും, അല്ലെങ്കിൽ ഇതുപോലുള്ള ചോദ്യങ്ങൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് ഇനി അപ്കമിങ് CBT 2 ആണെങ്കിലും അല്ലെങ്കിൽ NTPCൻ്റെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലാണെങ്കിലും ഗ്രൂപ്പ് D ആണെങ്കിലും ചോദിക്കാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് ആംഗിൾസും ലൈൻസ് ആയിരിക്കും ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞ് ട്രയാങ്കിൾ ആയിരിക്കും, പിന്നെ നമ്മൾ പോളിഗൺ, ക്വാഡ്രിലാറ്ററൽ, സർക്കിൾ, ഇത്രയും കാര്യങ്ങളായിരിക്കും എന്ത് ചെയ്യുന്നത് നമ്മൾ ഓരോ പ്ലേലിസ്റ്റിലൂടെ അല്ലെങ്കിൽ പല പ്ലേലിസ്റ്റിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതിൽ ആദ്യം നമ്മൾ ലൈൻസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ലൈൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അതിൽ ആംഗിൾ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഇതിൽ അക്യൂട്ട് ആംഗിൾ, എന്താണ് അക്യൂട്ട് ആംഗിൾ? അതായത് ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ O എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് രണ്ട് ലൈൻ പോകുന്നുണ്ട്, OAയും OBയും. ഓക്കെ, അക്യൂട്ട് ആംഗിൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഈ ഒരു ആംഗിൾ തീറ്റയാണെങ്കിൽ ആ തീറ്റ എന്ന് വെച്ചാൽ 0 ഡിഗ്രിക്കും 90 ഡിഗ്രിക്കും ഇടയിലായിരിക്കും. അക്യൂട്ട് ആംഗിൾ എന്ന് പറയുമ്പോൾ ആംഗിൾ എന്തായിരിക്കും, 0-നും 90-നും ഇടയിലായിരിക്കും. ഇനി റൈറ്റ് ആംഗിൾ എന്നാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ, റൈറ്റ് ആംഗിൾ എന്ന് വെച്ചാൽ 90 ഡിഗ്രിക്കും ആംഗിൾ, രണ്ട് ലൈൻസ് തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ നമ്മളതിന് എന്ത് പേര് വിളിക്കും, റൈറ്റ് ആംഗിൾ എന്ന് വിളിക്കും. 90-ൽ കൂടുതലാണെങ്കിലോ, 90-ൽ കൂടുതലാണ് എന്നാൽ 180-ന് താഴെയാണെങ്കിൽ, ബിറ്റ്വീൻ 90 ഡിഗ്രി ആൻഡ് 180 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ ആ ആംഗിളിന് വിളിക്കുന്ന പേരാണെന്ത്, ഒബ്റ്റ്യൂസ് ആംഗിൾ. അക്യൂട്ട് ആംഗിൾ എന്ന് വെച്ചാൽ ലെസ് ദാൻ 90 ആയിരിക്കും, റൈറ്റ് ആംഗിൾ എന്ന് വെച്ചാൽ 90 ഡിഗ്രി എക്സാക്ട് ഈക്വൽ ആയിരിക്കും, ഒബ്റ്റ്യൂസ് എന്ന് വെച്ചാൽ 90-നും 180-നും ഇടയിലായിരിക്കും. ഇനി എക്സാക്ട് 180 ആണെങ്കിൽ നമ്മളതിന് എന്ത് പേര് വിളിക്കുന്നത്, സ്ട്രെയിറ്റ് ആംഗിൾ എന്ന് വിളിക്കും. എക്സാക്ട് 180 ഡിഗ്രി ആണെങ്കിൽ നമ്മളതിന് വിളിക്കുന്ന പേരാണ് സ്ട്രെയിറ്റ് ആംഗിൾ. ഇനി 180-ൻ്റെയും 360-ൻ്റെയും ഇടയിലാണെങ്കിൽ, ഓക്കെ, 180-ൻ്റെയും 360-ൻ്റെയും ഇടയിലാണെങ്കിൽ നമ്മളതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, റിഫ്ലക്സ് ആംഗിൾ. റിഫ്ലക്സ് ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും, ബിറ്റ്വീൻ 180 ആൻഡ് 360. ഇനി മൊത്തം 360 ഡിഗ്രിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, കംപ്ലീറ്റ് ആംഗിൾ. 360 ഡിഗ്രി ആണെങ്കിൽ നമ്മളതിനെ വിളിക്കുന്ന പേരാണെന്ത്, കംപ്ലീറ്റ് ആംഗിൾ. ഓക്കെ, ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ അഡ്ജസൻ്റ് ആംഗിൾ, എന്താണ് അഡ്ജസൻ്റ് ആംഗിൾ? ഇപ്പോൾ നിങ്ങൾ ഈ ഫിഗർ നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ AD എന്ന് പറഞ്ഞൊരു ലൈന് കാണാം, AB എന്ന് പറയുന്ന ലൈന് കാണാം അല്ലേ, അക്രോസ് അതിനെ ഒരു AC എന്ന് പറഞ്ഞൊരു ലൈന് കാണാം. അപ്പോൾ ഇവിടെ AC എന്ന് പറയുന്നത് എന്താ, കോമൺ സൈഡാണ്. AD-ൻ്റെയും AB-ൻ്റെയും, ഈ AD-ൻ്റെയും AB-ൻ്റെയും കോമൺ സൈഡാണ് എന്ത്, AC. ഓക്കെ, ആ കോമൺ സൈഡുമായിട്ട് ഈ രണ്ട് ആംഗിളും മേക്ക് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് എന്ത്, അഡ്ജസൻ്റ് ആംഗിൾ. അതായത് ഈ കോമൺ സൈഡ് AC ആയിട്ട് AD മേക്ക് ചെയ്യുന്ന ആംഗിളും അതുപോലെ AB മേക്ക് ചെയ്യുന്ന ആംഗിളും നമ്മൾ വിളിക്കുന്ന പേരാണ് അഡ്ജസൻ്റ് ആംഗിൾ. അഡ്ജസൻ്റ് ആംഗിൾ, ആംഗിൾ 1-ഉം ആംഗിൾ 2-ഉം. ഓക്കെ, അഡ്ജസൻ്റ് ആംഗിൾ. ഇപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ 1-ഉം 3-യും, ഈ ഒരു ഫിഗർ 1-ഉം 3-യും നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം, അഡ്ജസൻ്റ് ആംഗിൾ എന്ന് പറയാം. 1-ഉം 3-യും നമുക്ക് എന്ത് പറയാം, അഡ്ജസൻ്റ് ആംഗിൾ എന്ന് പറയാം. പക്ഷേ ഈ 3-യും 4-ഉം നോക്കുകയാണെങ്കിൽ രണ്ടും എന്താ, ഓപ്പോസിറ്റ് ആണല്ലോ. 3-യും 4-ഉം. അതിന് നമ്മൾ എന്ത് പറയും, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറയും, അല്ലെങ്കിൽ സിംപ്ലി ഓപ്പോസിറ്റ് ആംഗിൾ, അല്ലെങ്കിൽ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ, അല്ലെങ്കിൽ 1-ഉം 2-ഉം എന്ന് പറയുന്നത് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിളാണ്. ഓക്കെ, സോ 1-ഉം 3-യും അഡ്ജസൻ്റ് ആംഗിൾ ആയിരിക്കും, 1-ഉം 4-ഉം അഡ്ജസൻ്റ് ആംഗിൾ ആയിരിക്കും, 2-ഉം 3-യും, 1-ഉം 3-യും അഡ്ജസൻ്റ് ആംഗിൾ എന്ന് പറയാൻ പറ്റുമോ? പറയാം അല്ലേ. 3-ഉം 2-ഉം അഡ്ജസൻ്റ് ആംഗിൾ എന്ന് പറയാം, പക്ഷേ 3-യും 4-ഉം ഓപ്പോസിറ്റ് ആംഗിൾ. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കൺസെപ്റ്റൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഇപ്പോൾ ഇവിടെ കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് പറയും. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ AB-യും CD-യും രണ്ട് ലൈൻസാണ്, പാരലൽ ലൈൻസാണ്.
എ ബി ആൻഡ് സി ഡി ആർ പാരലൽ ലൈൻസ്. അതിന് കുറുകെ എന്ത് പോകുന്നുണ്ട്? T1 എന്ന് പറയുന്ന ഒരു ലൈൻ പോകുന്നില്ലേ? ഈ T1 എന്ന് വിളിക്കുന്ന ലൈനിനെ നമ്മൾ പറയുന്ന പേരാണ് ട്രാൻസ്വേഴ്സ് ലൈൻ. ട്രാൻസ്വേഴ്സൽ എന്ന് പറയും T1. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മൊത്തം 8 ആംഗിൾ കാണാം. 1 2 3 4 5 6 7 8. അപ്പോൾ ഇതിൽ കറസ്പോണ്ടിങ് ആംഗിൾസ്, അതായത് 1നും അതേപോലെ 5ഉം, 1ഉം 5ഉം എന്താ ഒരേ ആംഗിൾ ആയിരിക്കും, രണ്ടും ഈക്വൽ ആയിരിക്കും. നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ 1ഉം 5ഉം എന്തായിരിക്കും? കോൺഗ്രുവൻ്റ് ആയിരിക്കും, രണ്ട് ആംഗിളും സെയിം ആയിരിക്കും. നമ്മളതിന് കറസ്പോണ്ടിങ് ആംഗിൾ എന്ന് പറയും. 2ഉം 6ഉം സെയിം ആയിരിക്കും, 3ഉം 7ഉം സെയിം ആയിരിക്കും, 4ഉം 8ഉം എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് കറസ്പോണ്ടിങ് ആംഗിൾ. അപ്പോൾ കറസ്പോണ്ടിങ് ആംഗിൾ എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഏതാണ് ഒരു ഫിഗർ തന്നാൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഏതാണെന്ന് നിങ്ങൾ മനസ്സിലാവണം. ഏറ്റവും ടോപ്പിൽ വരുന്നത് ഇവിടെ 1 ആണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആരുണ്ട്? ഇവിടെ 5 ഉണ്ട് അല്ലേ? ഈ T1ൻ്റെയും എ ബിൻ്റെയും അല്ലേ ഫസ്റ്റ് ആംഗിൾ 1 ആണ്. അത് തന്നെ ആയിരിക്കും ഈ T1ൻ്റെയും സി ഡിൻ്റെയും ഫസ്റ്റ് ആംഗിൾ 5 ആയിരിക്കും, 2 ഈക്വൽ ആയിരിക്കും. അങ്ങനെ ചിന്തിക്കുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ T1ഉം ബിയും 2 ആണെങ്കിൽ അതേ T1ഉം ഡിയും നമ്മുടെ ആംഗിൾ 6 ഈക്വൽ ആയിരിക്കും, 2ഉം 6ഉം ഈക്വൽ ആയിരിക്കും. കറസ്പോണ്ടിങ് ആംഗിൾ എന്ന് പറയും. ഇനി ഇതുപോലെ എന്തുണ്ട്? ആൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾ ഉണ്ട്. ആൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾ. ആൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അതായത് ഈ ഒരു ഓപ്പോസിറ്റായിട്ട് വരും. സെഡ് എന്ന് പറയുന്നൊരു ഷേപ്പ് പോലെ ഉണ്ടാവും. അതായത് ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് കണ്ടോ, ഇങ്ങനെ 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 ഒരു സെഡ് ഷേപ്പ് ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് കണ്ടോ, ഈ ഒരു ഷേപ്പ് ഇങ്ങനെ വരുന്ന ഷേപ്പ് കണ്ടോ. ഇപ്പോൾ ഇവിടെ 3നും 6നും വിളിക്കുന്ന പേരാണെന്ത്? ആൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾ. അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ വരുന്നത് നോക്കുക, 4ഉം 5ഉം. അപ്പോൾ 3യും 6ഉം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, 3യും 6ഉം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. നമ്മൾ അതിനെന്ത് പേര് വിളിക്കുന്നത്? ആൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾ. അതേപോലെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആംഗിൾ 4ഉം അതേപോലെ എന്തായിരിക്കും? ആംഗിൾ 5ഉം ഈക്വൽ ആയിരിക്കും. ആൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾ. തിരിച്ചിവിടെ ആൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിളും ഉണ്ട്, അതേപോലെ എന്തുണ്ട്? ആൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിളും ഉണ്ട്. ആൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഫിഗർ നോക്കിയാൽ മതി. അവിടെ ആംഗിൾ 1ഉം ആംഗിൾ 8ഉം ഈക്വൽ ആയിരിക്കും. ആംഗിൾ 1ഉം ആംഗിൾ 8ഉം ഈക്വൽ ആയിരിക്കും. അതേപോലെ എന്തായിരിക്കും? ആംഗിൾ 2ഉം ആംഗിൾ 7ഉം ഈക്വൽ ആയിരിക്കും. ആംഗിൾ 2ഉം ആംഗിൾ 7ഉം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. നമ്മളതിനെ എന്ത് പേര് വിളിക്കും? ആൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിൾ. അപ്പോൾ ആൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിളും ഉണ്ട്, അതുപോലെ എന്തുണ്ട്? ആൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിൾസും ഉണ്ട്. ഓക്കെ, ഇനി ഇതിൽ വേറൊരു കാര്യം എന്താ? ഇപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ വേറൊരു ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഓപ്പോസിറ്റ് ഇൻറ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞ് കാണിക്കുന്നില്ല, ആംഗിൾ 3. അതായത് നിങ്ങൾക്ക് ആ ആംഗിൾ 3യും ആംഗിൾ 5ഉം അവരെന്താ പറഞ്ഞിരിക്കുന്നത്? സമ്മ് സപ്ലിമെൻ്ററി. ഇതെന്തായിരിക്കും? സപ്ലിമെൻ്ററി ആയിരിക്കും. അപ്പോൾ ഈ കോംപ്ലിമെൻ്ററി എന്ന് പറയുമ്പോൾ സമ്മ് 90 ഡിഗ്രി ആയിരിക്കും. സപ്ലിമെൻ്ററി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സമ്മ് 180 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ 3യും ആംഗിൾ 5ൻ്റെയും സമ്മ് എന്തായിരിക്കും? സപ്ലിമെൻ്ററി 180 ആയിരിക്കും. അതുപോലെ തന്നെ ആയിരിക്കും ആംഗിൾ 4 പ്ലസ് ആംഗിൾ 6 സമ്മ് എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ 4 പ്ലസ് ആംഗിൾ 6. ഇതുപോലെ നിങ്ങൾക്ക് വേറെന്ത് പറയാൻ പറ്റും? ആംഗിൾ 1 പ്ലസ് ആംഗിൾ 7 180 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ 2 പ്ലസ് ആംഗിൾ 8 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, ഒരേ സൈഡിലുള്ള ആൾക്കാർ, അടുത്തടുത്തുള്ള ഒരേ സൈഡിലുള്ള ആൾക്കാർ. ഓക്കെ, കറസ്പോണ്ടിങ് അഡ്ജസൻ്റ് ആംഗിൾസ്. അപ്പോൾ അവരുടെ സംബന്ധായിരിക്കും 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പോൾ ഇത് വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞ്? 1ഉം 4ഉം ഈക്വൽ ആയിരിക്കും ഓപ്പോസിറ്റ് ആംഗിൾ, 2ഉം 3ഉം ഓപ്പോസിറ്റ് ആംഗിൾ ഈക്വൽ ആയിരിക്കും. 5ഉം 8ഉം ഓപ്പോസിറ്റ് ആംഗിൾ ഈക്വൽ ആയിരിക്കും. 7ഉം 6ഉം ഓപ്പോസിറ്റ് ആംഗിൾ ഈക്വൽ ആയിരിക്കും. 3യും 6ഉം ആൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾ ഈക്വൽ ആയിരിക്കും. 4ഉം 5ഉം ആൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾ ഈക്വൽ ആയിരിക്കും.
1ഉം 8ഉം ആൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിൾ ഈക്വൽ ആയിരിക്കും, 2ഉം 7ഉം ആൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിൾ ഈക്വൽ ആയിരിക്കും. ഇനി 1+5 സം എന്തായിരിക്കും? 1+5 1+5 അല്ല 1+3 1+3 എന്തായാലും 180 ഡിഗ്രി ആയിരിക്കും. നമ്മൾ സമ്മ 180 ആയിരിക്കും, അതുകൂടി ശ്രദ്ധിക്കുക, അതുകൂടി ഞാൻ എഴുതി വയ്ക്കാം. ആംഗിൾ 1 പ്ലസ് ആംഗിൾ 3 180 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ 5 പ്ലസ് ആംഗിൾ 7 എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ 2 പ്ലസ് ആംഗിൾ 4 എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ 6 പ്ലസ് ആംഗിൾ 8 എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അത് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്, സപ്ലിമെൻ്ററി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സപ്ലിമെൻ്ററി എന്ന് കാണുകയാണെങ്കിൽ രണ്ട് ആംഗിളിൻ്റെ സം എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. കോംപ്ലിമെൻ്ററി എന്ന് വെച്ചാലോ, കോംപ്ലിമെൻ്ററി എന്ന് നിങ്ങൾ ക്വസ്റ്റ്യനിൽ കാണുകയാണെങ്കിൽ അവർ തമ്മിലുള്ള സം എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. രണ്ട് ആംഗിൾ തമ്മിലുള്ള സം 90 ഡിഗ്രി ആണെങ്കിൽ കോംപ്ലിമെൻ്ററി. ഇപ്പോൾ ഈ ഒരു ചോദ്യം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും. രണ്ട് ആംഗിൾ ഇപ്പോൾ എക്സും വൈ ആണെന്ന് വിചാരിക്കും. എക്സും വൈയും രണ്ട് ആംഗിൾ എക്സ് ഗ്രേറ്റർ ദാൻ വൈ. അവർ തമ്മിലുള്ള സപ്ലിമെൻ്ററി എന്ന് പറയുന്നുണ്ട്. സപ്ലിമെൻ്ററി എന്ന് വെച്ചാൽ അർത്ഥം എന്താ? അവർ തമ്മിലുള്ള ആംഗിൾ എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അവർ തമ്മിലുള്ള ആംഗിൾ 180 ഡിഗ്രി. ഇനി ലാർജർ ഓഫ് ദി ടു ആംഗിൾ ഈസ് 36 ഡിഗ്രി മോർ ദാൻ സ്മോളർ. അതായത് ലാർജർ ആംഗിൾ എന്ന് പറയുന്നത് സ്മോളർ ആംഗിളിനേക്കാളും എത്ര ഡിഗ്രി കൂടുതലാണ്? 36 ഡിഗ്രി കൂടുതലാണ്. 36 ഡിഗ്രി കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ സ്മോളർ ആംഗിൾ എന്താ എന്നാണ് ചോദ്യം. സ്മോളർ ആംഗിൾ എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ സപ്ലിമെൻ്ററി കൊണ്ട് സമ്മ 180, അവിടെ നമ്മൾ ഡിഫറൻസ് 36 തന്നിട്ടുണ്ട്. ഇത് രണ്ട് ചെയ്യുക, രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇതിന് ഞാൻ ഇക്വേഷൻ 1 കൊടുത്തു, ഇതിന് ഇക്വേഷൻ 2 കൊടുത്തു. രണ്ട് ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുക? സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ എക്സ് ക്യാൻസലാകും, രണ്ടും കൂടി ചെയ്യുമ്പോൾ 2y ഈക്വൽ ടു എന്ത് കിട്ടും? 144 എന്ന് കിട്ടും. 144 എന്ന് വെച്ചാൽ വൈൻ്റെ വാല്യൂ എന്തായിരിക്കും? 144 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 72. 72 ഏത് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ എ. 72 എന്ന് പറയുന്നത് ഓപ്ഷൻ എ വരും. ഓക്കെ, അടുത്ത ചോദ്യം. ടു ആംഗിൾസ് ആർ കോംപ്ലിമെൻ്ററി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ എന്ത് എഴുതണം? രണ്ട് ആംഗിൾ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 90 ഡിഗ്രി എന്ന് എഴുതാം. ലാർജർ ആംഗിൾ ഈസ് 6 ഡിഗ്രി ലെസ് ദാൻ. ഇപ്പോൾ ലാർജർ ആംഗിൾ നമുക്ക് തൽക്കാലം എക്സ് ആണ് ലാർജർ ആംഗിൾ എന്ന് അസ്യൂം ചെയ്യുക. ഓക്കെ, ഈ ലാർജർ ആംഗിൾ എന്ന് പറയുന്നത് സ്മോളർ ആംഗിളിനേക്കാളും സ്മോളർ 3 ടൈംസ് കുറയ്ക്കുകയാണെങ്കിൽ, ലാർജർ ആംഗിളിൽ നിന്നും സ്മോളർ ആംഗിളിൽ 3 ടൈംസ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടുന്ന പറയുന്നത്? 6 ഡിഗ്രി കിട്ടുന്ന പറയുന്നത് അല്ലേ? ദി ലാർജർ ആംഗിൾ ഈസ് 6 ഡിഗ്രി ലെസ് ദാൻ ത്രൈസ് ദി മെഷർ ഓഫ് സ്മോളർ ആംഗിൾ എന്ന് വെച്ചാൽ x മൈനസ് 3y ഈക്വൽ ടു 6. അങ്ങനെയാണെങ്കിൽ ലാർജർ ആംഗിൾ ഇവിടെ എന്താണെന്നാണ് ചോദ്യം? ലാർജർ ആംഗിൾ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ലാർജർ ആംഗിൾ ഇപ്പോൾ രണ്ടും കൂടി നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. ഇപ്പോൾ ഇത് ഇക്വേഷൻ 1ഉം ഇത് ഇക്വേഷൻ 2ഉം, രണ്ട് ഇക്വേഷൻ കൂടി സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4y ഈക്വൽ ടു എന്ത് കിട്ടും? 90 മൈനസ് 6 84 എന്ന് കിട്ടും. അപ്പോൾ y ഈക്വൽ ടു എന്ത് കിട്ടും? 21 എന്ന് കിട്ടും. നമുക്ക് y ആണ് ആവശ്യം, എക്സ് അല്ലേ ആവശ്യം. എക്സ് എന്ന് വെച്ചാൽ 90 മൈനസ് 5 അല്ലേ? അപ്പോൾ 90 മൈനസ് എന്ത് കിട്ടും? 21. 69 തെറ്റിയില്ലല്ലോ. 69 അല്ലേ വരുന്നത്? ഒന്നുകൂടി ചെയ്യണോ? അപ്പോൾ ഇവിടെ എക്സ് പ്ലസ് വൈ എന്ന് വെച്ചാൽ കോംപ്ലിമെൻ്ററി ആണ്, 90 ഡിഗ്രിയാണ്. ലാർജർ ആംഗിൾ ഈസ് 6 ഡിഗ്രി ലെസ് ദാൻ ത്രൈസ് ദി മെഷർ ഓഫ് സ്മോളർ ആംഗിൾ. അപ്പോൾ എക്സ് മൈനസ് ത്രൈസ് ദി മെഷർ 3y എന്നോട് എന്തുണ്ട്? 6 തന്നിട്ടുണ്ട്. ഇപ്പോൾ രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്താൽ എക്സ് ക്യാൻസലാവും. y മൈനസ് 3y, y പ്ലസ് 3y 4y എന്ന് കിട്ടും. 90 മൈനസ് 6 എന്താ? 84 അല്ലേ? അപ്പോൾ y ഈക്വൽ ടു 21 കിട്ടും. y 21 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ 90 മൈനസ് 21. അപ്പോൾ 90 മൈനസ് 21 ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും? 10 1 പോയ 9, 8 2 പോയ 6. ഓക്കെ, 69. അത് ഓപ്ഷൻ കാണുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, എനിക്ക് 69 കിട്ടുന്നത്. അടുത്തത്, വാട്ട് ഈസ് ദി സം ഓഫ് ദി ആംഗിൾ കോംപ്ലിമെൻ്ററി ടു 15 ഡിഗ്രി ആൻഡ് സപ്ലിമെൻ്ററി ടു? ഓക്കെ,
എക്സ് എന്ന് പറയുന്നത് കോംപ്ലിമെൻ്ററി ടു 15 എന്ന് വെച്ചാൽ അർത്ഥം എന്താ? കോംപ്ലിമെൻ്ററി ടു 15 എന്ന് പറയുന്നത് ആംഗിൾ എന്താ? 90 മൈനസ് 15, ദാറ്റ് ഈസ് 75. ഓക്കെ, എക്സ് എന്ന് പറയുന്നത് 75 കിട്ടും. ഇനി വൈ എന്ന് പറയുന്നത് എന്താ പറയുന്നത്? സപ്ലിമെൻ്ററി ടു 125. സപ്ലിമെൻ്ററി ടു 125 എന്ന് വെച്ചാൽ അർത്ഥം എന്താ? 180 മൈനസ് 125, 55 എന്ന് കിട്ടും അല്ലേ? അങ്ങനെയാണെങ്കിൽ അവർ തമ്മിലുള്ള സം എന്താണെന്നാണ് ചോദ്യം. അവർ തമ്മിലുള്ള സം എന്താ? 75 പ്ലസ് 55 130. അവർ തമ്മിലുള്ള സം എന്ന് പറയുന്നത് 130 ആയിരിക്കും. സിമ്പിളല്ലേ? അടുത്ത ചോദ്യം NTPCക്ക് ചോദിച്ച ചോദ്യമാണ്. ഈ രണ്ട് ആംഗിൾ സപ്ലിമെൻ്ററി ആണെങ്കിൽ വൈൻ്റെ വാല്യൂ എന്താ? അതായത് 6y പ്ലസ് 70യും 3y പ്ലസ് 47ഉം സപ്ലിമെൻ്ററി എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ഇവർ രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം? 180 കിട്ടണം. രണ്ടും നമ്മൾ ആഡ് ചെയ്താൽ 180 എന്ന് വെച്ചാൽ 10y പ്ലസ് 117 ഈക്വൽ ടു 180 എന്ന് കിട്ടും അല്ലേ? 70 പ്ലസ് 47 9y പ്ലസ് 117. അപ്പോൾ 9y ഈക്വൽ ടു എന്ത് കിട്ടും? 180 മൈനസ് 117, 53 അല്ലേ? അത് 63. 180 മൈനസ് 120, 63 അല്ലേ? അപ്പോൾ y ഈക്വൽ ടു എന്ത് വരും? 63/9, 7 എന്ന് കിട്ടും. 7 ഏതാ വരുന്ന ഓപ്ഷൻ? സി അല്ലേ? ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, എ പെയർ ഓഫ് പാരലൽ ലൈൻസ്, രണ്ട് പാരലൽ ലൈൻ ആണെന്ന് വിചാരിക്കുക. ട്രാൻസ്വേഴ്സൽ സച്ച് ദാറ്റ്, ഒരു ട്രാൻസ്വേഴ്സലിൽ ഈ ആംഗിൾ 1ഉം അതേപോലെ ആംഗിൾ 2ഉം എങ്ങനെയാണെന്നാണ് പറയുന്നത്? ആംഗിൾ 1 ആൻഡ് ആംഗിൾ 2 ആർ ആൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾ. അപ്പോൾ ആംഗിൾ 1ഉം ആംഗിൾ 2ഉം എന്താ പറയുന്നത്? ആൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾ. അതിൽ ആംഗിൾ 1 35 ആണെങ്കിൽ ആംഗിൾ 2 എന്താണെന്നല്ല ചോദ്യം? ആൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആണെങ്കിൽ ആംഗിൾ 2 എന്ത് തന്നെയായിരിക്കും? സെയിം ആയിരിക്കും, 35 ഡിഗ്രി തന്നെ ആയിരിക്കും. ഏതാ വരുന്ന? ഓപ്ഷൻ എ. സിമ്പിൾ അല്ലേ? അടുത്ത ചോദ്യം, ഇൻ ദി ഗിവൻ ഫിഗർ എൽ ഈസ് പാരലൽ ടു എം. ഓക്കെ, ഇപ്പോൾ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഇത് ട്രാൻസ്വേഴ്സൽ ലൈനാണ്. ഈ ആംഗിൾ 120 തന്നിട്ടുണ്ട്. ഓക്കെ, ഈ ലൈൻ എല്ലും ഈ ലൈൻ എമ്മും, എല്ലും എമ്മും പാരലാണെന്ന് പറയുന്നുണ്ട്. എക്സ് എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മളെങ്ങനെ ചെയ്യാം? നമുക്കറിയാം ഈ ആംഗിൾ 120 ആണെങ്കിൽ ഈ ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? സമ്മ് 180 ആയിരിക്കുമല്ലോ, 60 ആയിരിക്കും. സം 60 ആണെങ്കിൽ എക്സ് ഈക്വൽ ടു എന്ത് തന്നെയായിരിക്കും? 60 ആയിരിക്കും. റീസൺ എന്താ? ഓപ്പോസിറ്റ് ആംഗിൾ അല്ലേ? സിമ്പിൾ അല്ലേ? അത്രേ ഉള്ളൂ. അപ്പോൾ ആൻസർ എന്തായാലും 60 വരും. 60. അടുത്തത്, ഈ ഒരു ഫിഗർ നോക്കുക. രണ്ട് ലൈന് എല്ലും എമ്മും ഒരു ട്രാൻസ്വേഴ്സ് ലൈൻ ഉണ്ട്. ആംഗിൾ 1 ആൻഡ് ആംഗിൾ 2 ആർ ഇൻ ദ റേഷ്യോ 4:11. ഇപ്പോൾ ആംഗിൾ 1ഉം ആംഗിൾ 2ഉം ഓക്കെ 4:11 എന്ന് പറയുന്നുണ്ട്. 4:11 നമുക്കറിയാം അഡ്ജസൻ്റ് ആംഗിളാണ്. സം എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. സമ്മ് 180 ഡിഗ്രി അല്ലേ? എന്ന് വെച്ചാൽ 4 + 1 15 യൂണിറ്റ് എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഒരു യൂണിറ്റ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഒരു യൂണിറ്റ് എന്ന് വെച്ചാൽ 12. ഒരു യൂണിറ്റ് എന്ന് വെച്ചാൽ 12. അപ്പോൾ 4 യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 48 ഡിഗ്രി ആയിരിക്കും. 11 യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 132 ആയിരിക്കും. 4 യൂണിറ്റ് എന്ന് പറയുന്നത് 48 ഡിഗ്രി ആയിരിക്കും. 11 യൂണിറ്റ് എന്ന് പറയുന്നത് 132 ആയിരിക്കും. അതിൻ്റെ അർത്ഥം എന്താ? അതായത് ആംഗിൾ 1 എന്ന് പറയുന്നത് 48 ആയിരിക്കും. ആംഗിൾ 2 എന്ന് പറയുന്നത് എന്തായിരിക്കും? 132.
അവരുടെ ചോദ്യം 7ഉം 8ഉം ഈ രണ്ട് ആംഗിൾ എന്താണെന്ന് ചോദ്യം. നമുക്കറിയാം ആംഗിൾ 2 ഈക്വൽ ടു ഈ ആംഗിൾ 7 ആയിരിക്കും. ആംഗിൾ 1 ഈക്വൽ ടു എന്തായിരിക്കും? സോറി ഞാനൊരു ഷോർട്ട് കട്ട് വേറെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ആംഗിൾ 2 ഇതെന്തായിരിക്കും? 132 ആയിരിക്കില്ലേ? അതിൽ ഇതെന്തായിരിക്കും? കറസ്പോണ്ടിങ് ആംഗിൾ 48 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് 132 ആണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? 180 മൈനസ് 132. ഇത് ഓപ്പോസിറ്റ് ആംഗിൾ 42, ഇതെന്തായിരിക്കും? 132. അപ്പോൾ നമ്മുടെ ആംഗിൾ 48ഉം 132ഉം ആംഗിൾ 7 ആൻഡ് ആംഗിൾ 8 48ഉം 132ഉം അങ്ങനെ വരുന്ന ഒരൊറ്റ ഓപ്ഷനല്ലേ ഉള്ളൂ. വൺ 132ഉം 48ഉം റെസ്പെക്റ്റിൽ തിരിച്ചാണ് വരുന്നല്ലേ. അപ്പോൾ എവിടെ തെറ്റി? ഇപ്പോൾ ആംഗിൾ 2 എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? ആംഗിൾ 2 132. അപ്പോൾ ആംഗിൾ 6ഉം 132 തന്നെ ആയിരിക്കും അല്ലേ? ആംഗിൾ 2 132 ആണെങ്കിൽ ആംഗിൾ 6 132. ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും ആംഗിൾ 7 അപ്പോൾ 48 വരുന്നുണ്ട്. ആംഗിൾ 7 48, അതുപോലെ ആംഗിൾ 8 132. അങ്ങനെയായിരുന്നു ഒറ്റ ഓപ്ഷനുള്ളൂ. അപ്പോൾ അവർ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലുള്ള മിസ്റ്റേക്കാണ് ഈ റെസ്പെക്റ്റീവ്ലി എന്ന് പറയുന്ന സാധനം. അത് ആവശ്യമില്ല. ഓക്കെ, റെസ്പെക്റ്റീവ്ലി എന്ന് പറയുമ്പോൾ 48 ആൻഡ് 132 വരുന്നുണ്ട്. ഓക്കെ ശരി, ഇത് വേറൊരു ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ആംഗിൾ 1 ഈസ് ടു ആംഗിൾ 2 എന്ന് പറയുന്നത് 4:11 ആണെങ്കിൽ അതിൻ്റെ സപ്ലിമെൻ്ററി ആയിരിക്കും ആര്? ആംഗിൾ 7 ഈസ് ടു ആംഗിൾ 8. തിരിച്ചാൽ വരും 11:4 വരും. അല്ല അത് 4:11 ആംഗിൾ 1 ഈസ് ടു ആംഗിൾ. ഓഹോ, ഓക്കെ. ആംഗിൾ 8 ഈസ് ടു ആംഗിൾ 7 എന്ന് പറയുന്നത് എന്തായിരിക്കും? 11:4 വരും. ആ കാര്യം ശ്രദ്ധിച്ചാൽ മതി. ആംഗിൾ 1 ഈസ് ടു ആംഗിൾ 2, ആംഗിൾ 1 ഈസ് ടു ആംഗിൾ 2 4:11 ആണെങ്കിൽ അതിന് നേരെ തിരിച്ചിട്ടായിരിക്കും ആംഗിൾ 8 ഈസ് ടു ആംഗിൾ 11 വരിക. 11:4 തിരിച്ചു വരും. അങ്ങനെ 11:4 വരുന്ന ഒരു ഒറ്റ ഓപ്ഷനല്ലേ ഉള്ളൂ. 11:4 132:48. അത് ചിന്തിച്ച് അങ്ങനെ നോക്കിയാൽ മതി. അങ്ങനെ ചിന്തിച്ച് ഇത്രയൊന്നും സ്റ്റെപ്പ് നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, അടുത്തത് ദ റേഷ്യോ ഓഫ് ഇതേപോലൊരു ചോദ്യം. 2 interior angles on same side of transverse line intersecting the 2 parallel lines 3:7. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഫിഗർ കാണിച്ചുതരാം. 2 പാരലൽ ലൈന് LM ആണെന്ന് വിചാരിക്കുക. പിന്നെന്താ? സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സ് ലൈൻ. ഇപ്പോൾ ഇതൊരു ട്രാൻസ്വേഴ്സ് ലൈനാണ്. ഓക്കെ, അവർ തമ്മിലുള്ള റേഷ്യോ ഇപ്പോൾ ഈ ആംഗിളും 2 ഇന്റീരിയർ ആംഗിൾസ് ഓൺ സെയിം സൈഡ് ഇതും 3:7 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിത് എക്സും വൈ ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ x:y എന്ന് പറയുന്നത് എന്താ? 3:7. നമുക്കറിയാം അതിൻ്റെ സം എന്ന് പറയുന്നത് 10 യൂണിറ്റ് എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ 1 യൂണിറ്റ് എന്ന് വെച്ചാൽ 18 ഡിഗ്രി. 3 യൂണിറ്റ് എന്ന് പറയുമ്പോൾ 54 ഡിഗ്രി. 7 യൂണിറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 7 × 18 136 126 അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ ഡിഫറൻസ് y മൈനസ് എക്സ് അല്ലേ? അതായത് 7 മൈനസ് 3 4 യൂണിറ്റ് എന്താണെന്നാണ് ചോദ്യം. സോ 4 × 18 = 72. ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റായിട്ട് നമുക്ക് എന്ത് കിട്ടും? ഡിഫറൻസ് 72 എന്ന് കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യം. ഇങ്ങനൊരു ഫിഗർ തന്നിട്ടുണ്ട് അല്ലേ? 2 ട്രാൻസ്വേഴ്സ് ലൈൻ കാണാം. പിന്നെ ഇത് P തന്നിട്ടുണ്ട്, ഇത് Q തന്നിട്ടുണ്ട്, ഇത് 104 ഡിഗ്രി തന്നിട്ടുണ്ട്,
ഈ ആംഗിൾ എന്താണെന്നാണ് ചോദ്യം, എക്സ്. അപ്പം നമുക്കറിയാം 104 കറസ്പോണ്ടിങ് ആംഗിൾ ഇതൊന്നും തന്നെ ആയിരിക്കും, 104 തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും, 180 മൈനസ് 104 76 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും, 76 ആയിരിക്കും. 76 വരുന്ന ഓപ്ഷൻ ആര് മാത്രമേ ഉള്ളൂ, ഓപ്ഷൻ സി. സിമ്പിളല്ലേ? അടുത്ത ചോദ്യം. ഇപ്പം ഇങ്ങനെ ഒരു ചോദ്യം വരികയാണെങ്കിൽ പി ക്യു രണ്ട് ട്രാൻസ്വേഴ്സ് ലൈൻ കാണാം അല്ലേ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ലൈന് വരയ്ക്കുക. ഈ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷനിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈൻ വരയ്ക്കുക. ഓക്കെ, അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഓക്കെ, ഇത് 50 ആണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും, ആൾട്ടർനേറ്റ് ഇൻ്റീരിയർ ആംഗിൾ 50 ആയിരിക്കും അല്ലേ. അതേപോലെ ഈ ആംഗിൾ എന്തായിരിക്കും, 60 ഡിഗ്രി ആയിരിക്കും. സോ ഈ ആംഗിൾ എന്തായിരിക്കും, 60 ഡിഗ്രി ആയിരിക്കും ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ ബി സി എന്ന് പറയുന്നത്, ആംഗിൾ എ ബി സി എന്ന് പറയുന്നത് എന്തായിരിക്കും, 50 + 60 ദാറ്റ് ഈസ് 110. ഓപ്ഷൻ ഡി എന്ന് വരും. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. അതായത് ഓക്കെ, ഈ ആംഗിള് 120 തന്നിട്ടുണ്ട്, ഈ ആംഗിള് 50 തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കുക, ആ പോയിൻ്റിലൂടെ പാസ് ചെയ്യുന്ന ലൈന്. അപ്പോൾ ഇത് 50 ആണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും, 50 ആയിരിക്കും. കാരണം എന്താ, ആൾട്ടർനേറ്റ് ഇൻ്റീരിയർ ആംഗിൾ. പിന്നെ ഈ ആംഗിൾ 60 ആയിരിക്കും. അപ്പോൾ ഇത് എന്തായിരിക്കും, 60 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മൊത്തം ആംഗിൾ എ ബി സി എന്ന് പറയുന്നത് എന്തായിരിക്കും, ആംഗിൾ എ ബി സി എന്ന് വെച്ചാൽ ഈ ഒരു മൊത്തം ആംഗിൾ അല്ലേ, അത് എത്ര വരും, 50 + 60 110 വരും. അത്രേ ഉള്ളൂ. അടുത്ത ചോദ്യം. അപ്പം അതുപോലൊരു ചോദ്യമാണ്. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് അല്ലേ. ഇത് എ, ഇത് സി, ഇത് ബി, ഇത് ഡി, ഇത് ഒ. എന്നിട്ട് എന്താണെന്നുണ്ട്, സി ഡി ഒ 70 ഡിഗ്രി തന്നിട്ടുണ്ട്. ഈ ആംഗിള് 70 ഡിഗ്രി തന്നിട്ടുണ്ട്. ഡി ഒ ബി 100, ഈ ആംഗിള് 100 തന്നിട്ടുണ്ട്. എ ബി ഒ എന്താണെന്ന ചോദ്യം, ഈ ആംഗിൾ എന്താണെന്ന ചോദ്യം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ, ഈ ആംഗിൾ എന്തായിരിക്കും, അങ്ങനെ വരയ്ക്കുന്നത്. ഓക്കെ, ഈ ആംഗിള് 70 ഡിഗ്രി ആയിരിക്കും, ആൾട്ടർനേറ്റ് ഇൻ്റീരിയർ ആംഗിൾ. ഇത് മൊത്തം അവർ 100 ഡിഗ്രിയാണ് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഈ ആംഗിൾ എന്തായിരിക്കും, 30 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതും എന്തായിരിക്കും, ആൾട്ടർനേറ്റ് ഇൻ്റീരിയർ ആംഗിൾ 30 ആയിരിക്കും. 30 വരുന്ന ഏത് ഓപ്ഷനിൽ, ഓപ്ഷൻ ഡി അല്ലേ, ഓപ്ഷൻ ഡി വരും. അടുത്ത ചോദ്യം. ഇൻ ദി ഗിവൻ ഫിഗർ NTPC സ്റ്റേജ് 1 ഷിഫ്റ്റ് 2 ചോദിച്ച ചോദ്യം, 3 പാരലൽ ലൈൻസ് തന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും, അവർ പറയുന്നത് ഗ്രേറ്റർ ആംഗിൾ 2 സെയിം ആണ്. ഗ്രേറ്റർ ആംഗിൾസ് എന്തായിരിക്കും, സെയിം ആണെന്ന് പറയുന്നുണ്ട്. ഇവിടെ ഗ്രേറ്റർ ആംഗിൾസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, എക്സും സെറ്റും. കാരണം അത് രണ്ടും എന്താ, ഒപ്റ്റ്യൂസ് ആണ്. രണ്ടും ഒപ്റ്റ്യൂസ് ആണ്, അത് രണ്ടും ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല അത് എന്തായിരിക്കും, വൈനേക്കാളും കൂടുതലാണ്. ഓക്കെ, അവർ തമ്മിലുള്ള റേഷ്യോ 7:3 തന്നിട്ടുണ്ട്. അവർ തമ്മിലുള്ള റേഷ്യോ 7:3 അല്ലേ. നമുക്കറിയാം
അപ്പോൾ എക്സ് എന്താണെന്നാണ് ചോദ്യം, ഗ്രേറ്റർ ആംഗിൾ എന്താണെന്ന് ചോദ്യം. ഇതിൻ്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും അല്ലേ. സം എന്ന് പറയുന്നത് 180 ഡിഗ്രി. കാരണം എന്താ, സെയിം ആംഗിൾസ് അല്ലേ, സെയിം അഡ്ജസൻ്റ് ആംഗിൾസ്. അഡ്ജസൻ്റ് ഇൻറ്റീരിയർ ആംഗിളിൻ്റെ സം എപ്പോഴും എന്തായിരിക്കും, 1 ആയിരിക്കും. അഡ്ജസൻ്റ് ഇൻറ്റീരിയർ ആംഗിളിൻ്റെ സം 180 ആയിരിക്കും. അപ്പോൾ 10 യൂണിറ്റ് എന്ന് പറയുന്നത് എന്ത് കിട്ടും, 180 ഡിഗ്രി കിട്ടും. 1 യൂണിറ്റ് എന്തായിരിക്കും, 18 ഡിഗ്രി. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എന്താ, 7 യൂണിറ്റ് ആണ്. 7 × 18 126 കിട്ടും. ഓപ്ഷൻ എന്ത് വരും, 126. ഓപ്ഷൻ ഡി. ഓക്കെ. അടുത്ത ചോദ്യം, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. വെൻ 2 സ്ട്രേറ്റ് ലൈൻസ് ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ. നമുക്ക് നോക്കാം, 2 സ്ട്രേറ്റ് ലൈൻസ് എല്ലും എം ആണെന്ന് വിചാരിക്കും, ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ. അഡ്ജസൻ്റ് ആംഗിൾസ്, ഇപ്പോൾ നമുക്ക് എക്സും വൈയും അഡ്ജസൻ്റ് ആംഗിൾ എന്ന് എഴുതാം. അഡ്ജസൻ്റ് ആംഗിളിൻ്റെ കോംപ്ലിമെൻ്ററി ആയിരിക്കുന്നതാണ് പറയുന്നത്. അഡ്ജസൻ്റ് ആംഗിൾ എന്തായിരിക്കും, കോംപ്ലിമെൻ്ററി അല്ല, അതെന്തായിരിക്കും, സപ്ലിമെൻ്ററി ആയിരിക്കും. അഡ്ജസൻ്റ് ആംഗിൾ എന്ന് പറയുന്നത് സപ്ലിമെൻ്ററി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും, കോംപ്ലിമെൻ്ററി. ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. കോംപ്ലിമെൻ്ററി ആയിരിക്കണം എന്ന നിർബന്ധമില്ലല്ലോ, സെയിം ആയിരിക്കും അല്ലേ. സം 90 ഡിഗ്രി ആവണമെന്ന് നിർബന്ധമില്ല, അതും തെറ്റാം. സോ ആൻസർ ബോത്ത് 1 and 2 ആർ ഇൻകറക്റ്റ്. അടുത്ത ചോദ്യം, ഇനി ഇപ്പം ചോദിച്ച NTPCക്ക് ചോദിച്ച ചോദ്യമാണ് ഞാൻ കാണിക്കുന്ന. NTPC അതുപോലെ ടെക്നീഷ്യനൊക്കെ ഈ ഒരു ചോദ്യം നോക്കുക. എക്സ് പ്ലസ് 2y വാല്യൂ എന്താ, എക്സ് പ്ലസ് 2y വാല്യൂ എന്താ. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഇങ്ങനെ ഒരു ഫിഗറാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇത് 60 ഡിഗ്രി തന്നിട്ടുണ്ട്. ഇതെന്തായിരിക്കും, 60 ഡിഗ്രി ആയിരിക്കും. ഇതെന്തായിരിക്കും, 120 ആയിരിക്കും. ഓക്കെ, അപ്പോൾ y = എനിക്ക് എന്ത് കിട്ടി, 120 കിട്ടി. ഓക്കെ, ഇനി ഇത് 105 തന്നിട്ടുണ്ട്. ഇതെന്തായിരിക്കും, 75 ആയിരിക്കും അല്ലേ. സം 180 കിട്ടണ്ടേ. അപ്പോൾ x = 75 കിട്ടും. x = 75. അപ്പോൾ എക്സ് പ്ലസ് 2y എന്ന് വെച്ചാൽ എന്തായിരിക്കും, എക്സ് പ്ലസ് 2y എന്ന് വെച്ചാൽ എന്തായിരിക്കും, 75 + 2 × 120, 75 + 2 40. എന്ത് കിട്ടും, 315 അല്ലേ. ഓക്കെ, 315 കിട്ടും. ഓക്കെ, നമുക്ക് എന്തൊക്കെ കിട്ടി, y = 120, x = 75, x + 2y എന്ന് വെച്ചാൽ 75 + 240, ദാറ്റ് ഈസ് 315. അടുത്ത ചോദ്യം, എ പെയർ ഓഫ് പാരലൽ ലൈൻസ് ഈസ് ഇൻ്റർസെക്റ്റഡ് ബൈ ട്രാൻസ്വേഴ്സ് ലൈൻ സച്ച് ദാറ്റ് ആംഗിൾ 1 and ആംഗിൾ 2 ഫോം എ പെയർ. നമ്മൾ നേരത്തെ ചെയ്തതല്ലേ, ആംഗിൾ 1ഉം ഓക്കെ ആൾട്ടർനേറ്റ് ഇൻ്റീരിയർ ആംഗിൾ എന്നാണ് പറയുന്നത്, ആംഗിൾ 2. ആംഗിൾ 1 = 75 ആണെങ്കിൽ ആംഗിൾ 2 എന്ത് തന്നെ ആയിരിക്കും, 75 തന്നെ ആയിരിക്കും. ആംഗിൾ 2 എന്ത് തന്നെ ആയിരിക്കും, 75 തന്നെ ആയിരിക്കും. ഓപ്ഷൻ എ. അടുത്തത്, 3 parallel lines are cut by 2 transverse lines. ഓക്കെ, ഞാൻ എഴുതാം. ഇത് ഒരു ട്രാൻസ്വേഴ്സ് ലൈൻ, ഇതൊരു ട്രാൻസ്വേഴ്സ് ലൈൻ, L, M, N 3 ലൈൻ. ഓക്കെ, ഇൻ ദി റേഷ്യോ 3:5. അതായത് ഇത് 3 ആണെങ്കിൽ ഇതെന്തായിരിക്കും, 5 ആയിരിക്കും ഫസ്റ്റ് ലൈനിൻ്റെ. ആണെങ്കിൽ സെക്കൻഡ് ലൈൻ എങ്ങനെ തന്നെ ആയിരിക്കും, ഇത് 3 ആണെങ്കിൽ ഇതെന്ത് തന്നെ ആയിരിക്കും, അത് തിയറാണ്, 5 തന്നെ ആയിരിക്കും. റേഷ്യോ തന്നെ ആയിരിക്കും, 3:5 തന്നെ ആയിരിക്കും. ഓക്കെ, ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്താ പോലെയുണ്ട്, പക്ഷേ സിമ്പിളാണ്. അടുത്ത ചോദ്യം, എ പെയർ ഓഫ് ലൈൻസ് ഇൻ്റർസെക്റ്റഡ് ബൈ ട്രാൻസ്വേഴ്സ് ലൈൻ സച്ച് ദാറ്റ്. ഓക്കെ, എങ്ങനെയാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്, ആംഗിൾ 1 and ആംഗിൾ 2.
ഓക്കെ, ആംഗിൾ 1ഉം ആംഗിൾ 2 പെയർ ഓഫ് ഇൻറ്റീരിയർ ആംഗിൾ ആൻഡ് സെയിം സൈഡ് എന്നാണ് പറയുന്നത്. ആംഗിൾ 1ഉം ആംഗിൾ 2ഉം ഇൻറ്റീരിയർ ആംഗിൾ ആൻഡ് സെയിം സൈഡ്. അപ്പോൾ ആംഗിൾ 1 65 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ 2 എന്തായിരിക്കും? 180 അല്ലേ സമ്മ്, 180 മൈനസ് 65 ആയിരിക്കും. എത്രയാ? 115 ആയിരിക്കും. 115. ഓപ്ഷൻ സി. ഓക്കെ, അടുത്ത ചോദ്യം. 5x മൈനസ് 2ഉം 82ഉം സപ്ലിമെൻ്ററി ആണ്. സപ്ലിമെൻ്ററി എന്ന് വെച്ചാൽ എന്താ? സമ്മ് 180 എന്ന് വെച്ചാൽ 5x പ്ലസ് 80 180 കിട്ടും. 5x ഈക്വൽ ടു 100 കിട്ടും. എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? 20. എക്സിൻ്റെ വാല്യൂ 20. ഓപ്ഷൻ എ. അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ലൈൻസിൻ്റെ ആംഗിൾസിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ അടുത്തത് നമുക്ക് ട്രയാങ്കിൾസിനെ കുറിച്ച് നോക്കാം. അതിന് മുമ്പ് 2 ചോദ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക? ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇതൊന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം. ഓക്കെ, ഇതൊരു ചോദ്യം സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. ഇതടുത്ത ചോദ്യം. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം. ഇതും ചെയ്യാം. മൂന്നാമത്തെ ചോദ്യം നമ്മളിതുപോലത്തെ ചെയ്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക. ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് ടെലഗ്രാമിലൊക്കെ ജോയിൻ ചെയ്യുക. അതിൻ്റെ ഇതിൽ അവസാനം ഞാൻ PDF ഇട്ടുതരാം. ഓക്കെ, താങ്ക് യു.